Good morning. Okay, Sana, morning. Again, Vinay, good morning. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സില് ഓക്കെ ശരണ്യ, ഗുഡ് മോർണിംഗ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് എവിടെ വരെ പറഞ്ഞു നിർത്തി? മെഡിക്കൽ റെക്കോർഡ്സിന്റെ കണ്ടന്റുകളാണ്. ഓക്കെ, ഡൗണ, ഗുഡ് മോർണിംഗ്. അതായത് മെഡിക്കൽ റെക്കോർഡ്സിന്റെ കണ്ടന്റുകളാണ്. കണ്ടന്റ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. അല്ലെ, മെഡിക്കൽ റെക്കോർഡ്സിന്റെ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ട് നമുക്ക് 5 ടൈപ്പ് ഉണ്ട്. 4ാമത്തെ ടൈപ്പ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തുന്നത്. അല്ലെ, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? വായിച്ചൊക്കെ നോക്കിയോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണ്. ഓക്കെ ആണ്. അപ്പൊ നമ്മള് എന്തായിരുന്നു പറഞ്ഞത്? ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് അല്ലെ. ഓക്കെ, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിന്റെ പ്രത്യേകത എന്തായിരുന്നു? വളരെ എക്സാക്ട് ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫയലിംഗ് മെത്തേഡാണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ അത് പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾ ആ കോഡാണ് ഓർക്കുന്നത് കേട്ടോ. ആ കോഡ് ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് എന്താണ്? TSP എന്നുള്ള കോഡാണ് കേട്ടോ. TSP, അതായത് അവിടെ നമ്മൾ എന്താ ചെയ്തത്? ഒരു 6 അക്ക നമ്പർ ആണ് അല്ലെ. മെഡിക്കൽ റെക്കോർഡ് നമ്പർ ഒരു 6 അക്ക നമ്പർ ആണ്. ആ ഒരു 6 ഡിജിറ്റ് നമ്പറിനെ നമ്മൾ ഹൈഫൺ ഉപയോഗിച്ച് 2 അക്കം വീതമുള്ള 3 പാർട്ടുകളാക്കി മാറ്റും അല്ലെ. അതല്ലേ നമ്മൾ കണ്ടത്. ഓക്കെ, അതിനകത്ത് ഏറ്റവും റൈറ്റ് സൈഡ് ഓഫ് ദ 2 ഡിജിറ്റ്സ് ആണ് പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ P എന്ന് കൊടുത്തു അല്ലെ. നടുക്കുള്ള 2 ഡിജിറ്റുകളെ നമ്മൾ സെക്കൻഡറി ഡിജിറ്റ് എന്നാണ് പറയുന്നത്. അതിന് S കൊടുത്തു. ഇനി ഏറ്റവും ലെഫ്റ്റിലുള്ള ആ 2 ഡിജിറ്റിനെയാണ് നമ്മൾ ടെർമിനൽ ഡിജിറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എഴുതി വന്നപ്പോ ലെഫ്റ്റ് ടു റൈറ്റിലേക്കുള്ള ഓർഡർ എന്താണ്? TSP എന്നുള്ള ഓർഡറിലാണ്. T ഫോർ ടെർഷ്യറി, S ഫോർ സെക്കൻഡറി ആൻഡ് P ഫോർ പ്രൈമറി. പിന്നെ നമ്മൾ അതിനകത്ത് പറഞ്ഞ കാര്യം എന്താണ്? അതായത് നമ്മുടെ ഒരു ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിനകത്ത് എവിടെയാണ് മാറുന്നത്? സെക്കൻഡ് ടെർഷ്യറി ഡിജിറ്റ് ആണ് ആൾട്ടേഴ്സ് വിത്ത് എവരി റെക്കോർഡ് അല്ലെ. സെക്കൻഡ് ടെർഷ്യറി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടെർഷ്യറി ഡിജിറ്റുകൾ ഏതാ? ആദ്യത്തെ 2 ഡിജിറ്റുകളാണ്. അതില് സെക്കൻഡ് ഡിജിറ്റ്, 2ാമത്തെ നമ്പർ ആണ് ഓരോ ഫയലിലും മാറിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇവിടെ 1 2 ആയിരുന്നു. 2 ആയിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോ അത് 3 ആയി, ഇങ്ങോട്ട് വന്നപ്പോ 4 ആയി, ഇങ്ങോട്ട് വന്നപ്പോ 5 ആയി. ഓക്കെ, അത് മാത്രമാണ് അവിടെ ആൾട്ടർ ചെയ്യുന്നത് അല്ലെ, ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഓർഡർ ആണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 6 ഡിജിറ്റ് നമ്പർ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇൻ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് വിച്ച് ഈസ് ദ സെക്കൻഡറി ഡിജിറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കോഡ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് 2ാമത്തെ എക്സാമ്പിൾ എടുക്കാം കേട്ടോ. 2ാമത്തെ എക്സാമ്പിൾ, അതായത് 1 3 3 4 5 6. ഇതിനകത്തെ പ്രൈമറി ഡിജിറ്റ് ഏതാണെന്നൊന്ന് പറയാമോ? പ്രൈമറി ഡിജിറ്റ് ഏതാണെന്നൊന്ന് പറഞ്ഞേ. പ്രൈമറി ഡിജിറ്റ് ഏതാണ്? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ബബീഷ് കറക്റ്റ് ആണ്. 5 6. അഫ്സാന കറക്റ്റ് ആണ് കേട്ടോ. 5 6 ആണ് പ്രൈമറി ഡിജിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടെർമിനൽ ഡിജിറ്റ് ഏതാണെന്നൊന്ന് പറയാമോ? ടെർമിനൽ ഡിജിറ്റ്, സോറി ടെർമിനൽ അല്ല, ടെർഷ്യറി ഡിജിറ്റ് ഏതാണെന്നൊന്ന് പറയാമോ? ടെർഷ്യറി ഡിജിറ്റ് 1 3. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ദേവിക ബബീഷ് കറക്റ്റ് ആണ്. 1 3. ഓക്കെ, ആവണി അഫ്സാന. അയ്യോ, അവസാനം പറഞ്ഞത് തെറ്റിപ്പോയല്ലോ. ഞാൻ ചോദിച്ചത് ടെർഷ്യറി ഡിജിറ്റ് ആണ് കേട്ടോ. 1 3 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, 3 4 എന്താണ്? സെക്കൻഡറി ഡിജിറ്റ് ആണ് കേട്ടോ. അപ്പൊ TSP എന്താണ്? ഇവിടെ നിന്നാണ് ലെഫ്റ്റ് ടു റൈറ്റ് കേട്ടോ. അപ്പൊ ഞാൻ പറയാണ്, ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് ആ കോഡ് TSP എന്നാണ് കേട്ടോ. ഓക്കെ അവസാനം. അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാനേ. നെക്സ്റ്റ് വരുന്നതാണ് മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് കേട്ടോ. അവസാനത്തെ 5ാമത്തെ ടൈപ്പാണ് മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ
തൊട്ടു മുമ്പ് പറഞ്ഞ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിന്റെ മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ഇത് മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. ഇവിടെ എന്താ വ്യത്യാസം എന്ന് അറിയാമോ? കോഡിലാണ് വ്യത്യാസം. നമ്മൾ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിന്റെ കോഡ് DSP ആയിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചെറിയൊരു വ്യത്യാസമാണ്. കോഡിൽ ഒരു മാറ്റമുണ്ട് കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പൊ നോക്കാം. Here the primary, secondary and tertiary digits are in a different position. കണ്ടോ, ഇവിടെ നമ്മുടെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഡിജിറ്റുകളുടെ പൊസിഷനിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, നോക്കാം. ഇനി ശ്രദ്ധിച്ച് കേൾക്കാം. മിഡിൽ പാർട്സ് ഓഫ് ദ ഡിജിറ്റ്സ് ആണ് ദ പ്രൈമറി ഡിജിറ്റ്. അപ്പൊ നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കാം. ആ ഫസ്റ്റത്തെ നമ്പർ നോക്കിയാൽ മതി. 466896. ആ നമ്പർ എടുക്കുക കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്? മിഡിൽ പാർട്ട് ഓഫ് ദ ഡിജിറ്റ് ആണ് പ്രൈമറി ഡിജിറ്റ് അല്ലെ. നടുക്കുള്ള നമ്പറുകളാണ് ഇത് പ്രൈമറി ഡിജിറ്റ്. അപ്പൊ ഇതിൽ നടുക്കുള്ള നമ്പർ ഏതാ? 68 ആണല്ലോ. അപ്പൊ അതാണ് പ്രൈമറി ഡിജിറ്റ്. അപ്പൊ അതിന്റെ മുകളില് നിങ്ങൾ P എന്ന് എഴുതുക കേട്ടോ. 68ന്റെ മുകളിലായിട്ട് P എന്ന് എഴുതാം. P എന്താണ്? പ്രൈമറി ആണെന്ന് തിരിച്ചറിയാം കേട്ടോ. P ഫോർ പ്രൈമറി ഡിജിറ്റ്. ഓക്കെ, അടുത്തത് എന്താ പറയുന്നത്? The digits on the left are the secondary digit. ഇനി ലെഫ്റ്റ് സൈഡിലുള്ള ഡിജിറ്റ് ഇടത് ഭാഗത്ത് ഏതാണ്? ഇടത് ഭാഗത്തുള്ളത് 46 ആണ് അല്ലെ. 46 അതാണ് സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ 46ന്റെ മുകളിലായിട്ട് S എന്ന് എഴുതി വെക്കാം കേട്ടോ. S എന്ന് എഴുതി വെക്കാം. S എന്താണ്? സെക്കൻഡറി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് എന്താണ്? ആൻഡ് ദ ഡിജിറ്റ്സ് ഓൺ ദ റൈറ്റ് എന്നാണ് കേട്ടോ. ഇവിടെ നൈറ്റ് എന്നാണ് കൊടുത്തേക്കുന്നത്, റൈറ്റ് എന്നാണ് കേട്ടോ. ഡിജിറ്റ്സ് ഓൺ ദ റൈറ്റ് ആർ ദ ടെർഷ്യറി ഡിജിറ്റ് ആണ് കേട്ടോ. ഇനി നമ്മുടെ റൈറ്റ് സൈഡിലുള്ളത് അല്ലെ, വലത്. ഓക്കെ ആമിന, ഗുഡ് മോർണിംഗ്. വലത് വശത്തുള്ള നമ്പർ ഏതാണ്? 96 ആണ് അല്ലെ. അപ്പൊ 96 ആണ് എന്തെന്ന് പറയുന്നത്? ടെർഷ്യറി ഡിജിറ്റ്. അപ്പൊ അതിന്റെ മുകളിൽ നിങ്ങൾ T എന്ന് എഴുതി വെക്കാം കേട്ടോ. T എന്ന് എഴുതി വെക്കാം. T ഫോർ ടെർഷ്യറി. ഇനി നിങ്ങൾക്ക് കിട്ടിയ കോഡ് ഒന്ന് പറഞ്ഞേ. ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് നിങ്ങൾക്ക് എഴുതി കിട്ടിയ കോഡ് ഒന്ന് പറയാമോ? ആ കോഡ് ഒന്ന് പറഞ്ഞേ. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ശരണ്യ, ആവണി, അഫ്സാന, ബബീഷ് കറക്റ്റ് ആണ്. ഏതാണ് കിട്ടിയത്? SPT. എന്താണ് കോഡ്? SPT. ഓക്കെ, അപ്പൊ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിന്റെ കോഡ് TSP അല്ലെ. മിഡിൽ ഡിജിറ്റ് ഫയലിംഗിന്റെ കോഡ് എന്താണ്? SPT. എവിടെ നിന്നാണ്? ലെഫ്റ്റ് ടു റൈറ്റ് കേട്ടോ. പ്രത്യേകം പറയാണ്, ചിലപ്പോ റൈറ്റ് ടു ലെഫ്റ്റ് ആണെന്ന് വിചാരിക്കരുത്. ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത് നിന്ന് വലത്തോട്ടുള്ള ആ ഒരു കോഡാണ് നമ്മൾ പറയുന്നത് SPT. കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. 5 ടൈപ്പാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം ആയിരുന്നു അല്ലെ. ഓരോന്നിന്റെ പ്രത്യേകത മനസ്സിലാക്കി വെക്കാം കേട്ടോ. സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താ നമ്മൾ പറഞ്ഞത്? അതായത് രോഗിയുടെ സന്ദർശനത്തിന്റെ ഓരോ സിറ്റുവേഷനിലും ഓരോ സന്ദർഭത്തിലും രോഗിക്ക് ഒരു പുതിയ നമ്പർ കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ 3 പ്രാവശ്യം രോഗി പോയിട്ടുണ്ടെങ്കിൽ 3 നമ്പർ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഓരോ തവണ ചെയ്യുമ്പോഴും ഓരോ പുതിയ നമ്പർ അവർക്ക് കൊടുക്കുകയാണ്. ആ നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് മെഡിക്കൽ റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ ഒരു എന്താ പറയാ, പേഷ്യന്റിന് തന്നെ ഒന്നിൽ കൂടുതൽ മെഡിക്കൽ റെക്കോർഡുകൾ വരും. അങ്ങനെ ഒരു കണ്ടീഷനാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഓരോ നമ്പറിനനുസരിച്ച് ഓരോ മെഡിക്കൽ റെക്കോർഡുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി നമ്മൾ ഈ രോഗിക്ക് കൊടുക്കുന്ന ഓരോ നമ്പറുകളും അവരുടെ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സിനകത്ത് രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പോ സീരിയൽ നമ്പറിന്റെ പ്രത്യേകത എന്താണ്? ആ രോഗിക്ക് എത്ര തവണ പരിചരണം ലഭിച്ചു. അപ്പൊ നമുക്ക് ആ ഒരു രോഗിയിൽ തന്നെ മെഡിക്കൽ റെക്കോർഡുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര പ്രാവശ്യം ആ ഒരു രോഗി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിനായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് അല്ലെ. അതായത് രോഗിക്ക് എത്ര തവണ പരിചരണം ലഭിച്ചു, എത്ര തവണ അവർക്ക് സർവീസ് ലഭിച്ചു എന്നതിനനുസരിച്ചിട്ടാണ് അവിടെ മെഡിക്കൽ റെക്കോർഡുകൾ ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നത്. അതാണ് സീരിയൽ നമ്പറിന്റെ പ്രത്യേകത. അതെ, മൾട്ടിപ്പിൾ നമ്പർ വരുമാമിന, അതായത് ഒരു പേഷ്യന്റിന് തന്നെ ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ വരുന്ന അവസ്ഥ. ഈ രോഗി ആദ്യത്തെ തവണ പോകുമ്പോൾ ഒരു നമ്പർ കൊടുക്കുമ്പോൾ മെഡിക്കൽ റെക്കോർഡ് പേര് വരും. ഇനി 2 മാസം കഴിഞ്ഞിട്ട് ഇതേ രോഗി വീണ്ടും ആ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വീണ്ടും ഒരു പുതിയ നമ്പർ കൊടുക്കുന്നു, വീണ്ടും ഒരു മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പേഷ്യന്റ് തന്നെ ഒരുപാട് റെക്കോർഡുകൾ. ശരിക്കും പ്രാക്ടിക്കലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ആ റെക്കോർഡുകളുടെ എണ്ണം നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റില്ല ആ രോഗി എത്ര തവണ അവരെ പരിചരണം ചെയ്തു എന്നുള്ളത് അറിയാൻ പറ്റും. അതാണ് അവരിവിടെ പറയുന്നത്. എത്ര തവണ പരിചരണം ലഭിച്ചു എന്നതിനനുസരിച്ച് കൊണ്ടാണ് അവിടെ മെഡിക്കൽ റെക്കോർഡുകൾ ടേബിളിൽ ഫയൽ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും. യൂണിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ നമ്പർ, ഒറ്റ മെഡിക്കൽ റെക്കോർഡ്. അത്രേ ഉള്ളൂ. ഒറ്റ നമ്പർ കൊടുക്കുന്നു,
ഒറ്റ മെഡിക്കൽ റെക്കോർഡ്. അതായത് ആ രോഗി അഡ്മിഷന്റെ സമയത്തോ വിസിറ്റിന്റെ ഫസ്റ്റ് ടൈമിലോ അവർക്ക് ഒരേ ഒരു നമ്പറാണ് കൊടുക്കുന്നത്. ആ ഒരു നമ്പറാണ് പിന്നെ ആ രോഗിയുടെ പരിചരണത്തിലുടനീളം ഉപയോഗപ്പെടുത്തുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ മെഡിക്കൽ റെക്കോർഡിൽ ആ രോഗിയുടെ എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒറ്റ സിംഗിൾ റെക്കോർഡ്, ഒരു സിംഗിൾ യൂണിറ്റ് നമ്പർ, ഒരു സിംഗിൾ റെക്കോർഡ് ഒരു സിംഗിൾ ഫോൾഡറിനകത്ത് സൂക്ഷിച്ചു വെക്കും. അതാണ് ഇത് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. ക്ലിയർ ആയല്ലോ? മൂന്നാമത്തെ നമ്മൾ പറഞ്ഞ എന്താണ്, സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് ആണ്. സ്ട്രേറ്റ് ന്യൂമറിക് എന്ന് വെച്ചാൽ എന്താ, സ്ട്രേറ്റ് ആയിട്ടുള്ള നമ്പർ എന്ന് വെച്ചാൽ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ്, തുടർച്ചയായിട്ടുള്ള നമ്പറുകൾ അല്ലെ. അവിടുത്തെ പ്രത്യേകത എന്താ നമ്മൾ പറഞ്ഞത്, മെഡിക്കൽ റെക്കോർഡ് നമ്പർ അനുസരിച്ച് കൃത്യമായിട്ടുള്ള കാലക്രമത്തിലാണ് അവിടെ നമ്മൾ എന്ത് ചെയ്ത് വെക്കുന്ന റെക്കോർഡുകൾ ഫയൽ ചെയ്ത് വെക്കുന്നത്. നമ്മൾ എക്സാമ്പിളും പറഞ്ഞു, 1 2 3 4 1 2 1 2 3 4 1 3 അത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മൾ തുടർച്ചയായിട്ട് നമ്പർ ചെയ്തിരിക്കുന്ന ഫയലുകൾ ഒറ്റ ഷെൽഫിൽ നമുക്ക് കണ്ടിന്യൂസ് വെക്കുന്നതിലൂടെ നമുക്ക് ഈസി ആയിട്ട് അത് എടുക്കാനും തിരിച്ചു വെക്കാനും ഒക്കെ നമുക്ക് ഈസി ആയിരിക്കും. അത് തുടർച്ചയായിട്ടുള്ള നമ്പറുകൾ ആയതുകൊണ്ട് എടുത്താൽ പെട്ടെന്ന് വെക്കാനും എടുക്കാനും കണ്ടുപിടിക്കാനും ഒക്കെ എളുപ്പമായിരിക്കും അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു, ടെർമിനൽ ഡിജിറ്റ് ഫയലായിട്ട് നിങ്ങൾ ഓർക്കാം, കോഡ് ഓർക്കാം. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്, ടെർമിനൽ ടിയിലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പൊ നിങ്ങളുടെ കോഡും സ്റ്റാർട്ട് ചെയ്യുന്നത് ടിയിൽ തന്നെയാണ്, TSP. ഓക്കെ, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് കോഡ് ടിയിലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പൊ TSP തന്നെയാണ് കോഡ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന് ചോദിക്കുന്ന നമ്പർ തന്നിട്ട് ടെർഷ്യറി ഡിജിറ്റ് ഏതാ, പ്രൈമറി ഡിജിറ്റ് ഏതാ അങ്ങനെ ചോദിക്കൂ കേട്ടോ. മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് ആവുമ്പോൾ അത് നമ്മുടെ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിന്റെ മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അതിന്റെ കോഡ് എന്തായിരുന്നു, SPT കേട്ടോ. ഏതാണ്, SPT. ഓക്കെ, ഇത്രയാണ് 5 ഘട്ടം. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ, മനസ്സിലായോ? അപ്പൊ 5 ടൈപ്പ് ഓഫ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റംസ് ഓക്കെയാണ്. ഓക്കെ, ഇനി അടുത്തത് കേട്ടോ, ജസ്റ്റ് ഒന്ന് വായിക്കട്ടെ, ഒരു മിനിറ്റ് ഒന്ന് വായിക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ഭാഗം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ശരിക്കും മനസ്സിലാക്കി വെക്കാൻ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക കേട്ടോ. ചിലപ്പോ പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ തോന്നുന്ന ഭാഗങ്ങളാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. നോക്കാം, അടുത്തതാണ് ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് മെഡിക്കൽ റെക്കോർഡുകളുടെ ഫോർമാറ്റ് ആണ് കേട്ടോ. ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോ സാധാരണ എവിടെയെങ്കിലുമൊക്കെ ഇന്റർവ്യൂലൊക്കെ പോകുമ്പോൾ നമ്മൾ ബയോഡാറ്റ കൊണ്ടുപോകാറുണ്ട് അല്ലെ. ഓക്കെ, നമ്മുടെ റെസ്യൂം കൊണ്ടുപോകും, അതിനൊരു ഫോർമാറ്റ് ഇല്ലേ, അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അല്ലെ, നമ്മൾ ഗൂഗിൾ ചെയ്ത് തന്നെ നോക്കിക്കഴിഞ്ഞാല് ഈ പറയുന്ന CV അല്ലെ, നമ്മുടെ എന്താ ബയോഡാറ്റയ്ക്ക് തന്നെ ഒരുപാട് ഫോർമാറ്റുകൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഒരു രീതിയുണ്ട് അല്ലെ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഫോർമാറ്റ്. ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. അതായത് നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളുടെ ഒരു എന്താ പറയാ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഘടന, അല്ലെങ്കിൽ ഒരു അവതരണം എന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു രീതിയാണ് അവിടെ ഫോർമാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. ഇതിന്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്, ഒരു രീതിയുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഇത്രയും ക്ലാസ്സുകളിലായിട്ട് മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉൾപ്പെടുത്തുന്ന കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള വിവരങ്ങളെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ചില ഫോർമാറ്റ് ഉണ്ട്, പ്രത്യേക ഘടനയുണ്ട്, ചില പ്രത്യേക രീതിയിലാണ് നമ്മൾ അതിന്റെ വിവരങ്ങളെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. അതിനെയാണ് അവിടെ ഫോർമാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ മെഡിക്കൽ റെക്കോർഡുകളുടെ പ്രധാനമായിട്ട് നമുക്ക് 3 ഫോർമാറ്റുകളാണ് പഠിക്കുന്നത്. അതായത് 3 രീതികളിൽ നമുക്ക് മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങളെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. 3 ഫോർമാറ്റുകൾ. ഓക്കെ, ഏതൊക്കെയാണെന്ന് അറിയാമോ ആ 3 ഫോർമാറ്റ്? ഒന്നാമത്തത് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് അഥവാ SOMR ആണ്. അതിന് ഹെഡിങ്സ് ഒന്ന് പറയാം. 3 ടൈപ്പ് ഫോർമാറ്റുകളാണ്. ഒന്നാമത്തെ ഫോർമാറ്റ് എന്താണ്? സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് അഥവാ SOMR. ഓക്കെ, SOMR കേട്ടോ, SOMR. ഓക്കെ, രണ്ടാമത്തത് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് അഥവാ POMR. പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് അഥവാ POMR. മൂന്നാമത്തത് എന്താണെന്ന് അറിയാമോ? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. എന്താണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്? ക്ലിയർ ആയോ?
അപ്പൊ 3 ടൈപ്പ് ഫോർമാറ്റ് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ തന്നെയാണോ? സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെയാണോ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്? ഓക്കെ, നിങ്ങൾ ഈ സ്ക്രീനിൽ ഉള്ള പോലെ തന്നെയാണോ? നിങ്ങളുടെ ടെക്സ്റ്റിൽ എടുക്കുന്നത്? അല്ല, വ്യത്യാസമുണ്ട്. കുഴപ്പമില്ല. ഇത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതിൽ മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കറക്റ്റ് ആയിരിക്കും. അപ്പൊ പ്രശ്നമില്ല. അതറിയാൻ വേണ്ടിയിട്ടാ ചോദിച്ചത് കേട്ടോ. അപ്പൊ നോക്കുക, ഒന്നാമത്തത് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് അഥവാ SOMR. രണ്ടാമത്തത് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് അഥവാ POMR. മൂന്നാമത്തത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 3 ടൈപ്പ് ഓഫ് ഫോർമാറ്റ്. അപ്പൊ ഈ ഓരോ ഫോർമാറ്റുകൾ എന്താണെന്നും അതിന്റെ പ്രത്യേകതകളും അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഒക്കെയാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പോയിന്റ്, ആദ്യം നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുക. ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക. മെഡിക്കൽ റെക്കോർഡ് എന്താണ്? SOMR എന്നാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കാം. നോക്കാം. മെഡിക്കൽ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് in sections in accordance with the patient care departments which provide the care and the data. Underline ചെയ്തിരിക്കാം. അതാണ് എന്ത്? SOMR എന്ന് പറയുന്നത്. അപ്പൊ SOMR എന്ന് പറയുന്നത് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. അപ്പൊ നിങ്ങൾ ആദ്യം അറിയുന്നത് എന്താണ് ഈ സോഴ്സ്. സോഴ്സ് എന്നതുകൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, അതായത് നമ്മൾ പേഷ്യന്റിന് പരിചരണം കൊടുക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന സോഴ്സ്. ഓക്കെ, അതായത് നമ്മൾ ഒരു രോഗിക്ക് കൊടുക്കുന്ന പരിചരണങ്ങളെ, ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഈ രോഗിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകള്, പരിചരണങ്ങള് നമ്മൾ ഓരോ സെക്ഷൻ ആയിട്ട് എന്ത് ചെയ്ത് വെക്കാണ്? ഓർഗനൈസ് ചെയ്ത് സൂക്ഷിക്കാണ്. അതാണ് ഇത് SOMR എന്ന് പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റുകളാണ്. അതായത് നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്ന കെയർ ആൻഡ് ട്രീറ്റ്മെന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ കൊടുക്കുന്ന കെയർ ട്രീറ്റ്മെന്റുകൾ, അത് നമ്മളിങ്ങനെ ഓരോ സെക്ഷനുകളായിട്ട് എന്ത് ചെയ്ത് വെക്കാണ്? ഓർഗനൈസ് ചെയ്ത് വെക്കാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഒരു രോഗി, ആ രോഗി ഹോസ്പിറ്റലിലോട്ട് എത്തുമ്പോൾ ആദ്യം എത്തുന്നത് എവിടേക്കാണ്? കാഷ്വാലിറ്റിയിലോട്ടാണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ടാണ്. അപ്പൊ ഈ കാഷ്വാലിറ്റിയിൽ ഈ പേഷ്യന്റ് ഉണ്ടായിരുന്ന സമയത്ത്, ആ ഒരു കാഷ്വാലിറ്റിയിൽ പേഷ്യന്റ് ഉണ്ടായിരുന്ന സമയത്ത് രോഗിക്ക് കൊടുത്തിട്ടുള്ള പരിചരണം കെയറും എല്ലാം തന്നെ എന്ത് ചെയ്യും? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിൽ എഴുതി രേഖപ്പെടുത്തും. അതായത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അവിടെ കൊടുത്ത ആ എന്താ പറയുക, രോഗിക്ക് കൊടുത്ത പരിചരണങ്ങൾ ഒരു സെക്ഷനാക്കി വെക്കുന്നു. ഇനി കാഷ്വാലിറ്റി കഴിഞ്ഞിട്ട് പേഷ്യന്റ് എവിടേക്കാണ് പോയിരുന്നത്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് പോകുന്നത്. അപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വേറൊരു സെക്ഷൻ. ആ ഡിപ്പാർട്ട്മെന്റിന് പേഷ്യന്റിന് എന്തൊക്കെ പരിചരണങ്ങൾ കൊടുത്തു എന്നുള്ളത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രത്യേകമായിട്ട് സെക്ഷൻ ചെയ്ത് വെക്കാണ്. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്ത ആ ഡിപ്പാർട്ട്മെന്റായിട്ട് പ്രത്യേകം വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പേഷ്യന്റ് അവിടെ നിന്ന് പോയത് ICUലോട്ടാണ്, ഇന്റൻസീവ് കെയർ യൂണിറ്റിലോട്ടാണ് പോയതെന്ന് വിചാരിക്കാം. അപ്പൊ പിന്നെ ICU ഡിപ്പാർട്ട്മെന്റ് അതൊരു സോഴ്സ് ആണ്. അതായത് ആ ICUയിൽ ആ പേഷ്യന്റിന് എന്തൊക്കെ പരിചരണങ്ങൾ ട്രീറ്റ്മെന്റുകൾ കൊടുത്തു എന്നതിനെ പറ്റിയിട്ടുള്ള ICU സോഴ്സ് ആണ്, ICU ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിൽ അവിടെ രേഖപ്പെടുത്തി വെക്കും. അങ്ങനെ എന്താണ്? ഓരോ സെക്ഷനുകളായിട്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റുകള് രോഗിക്ക് കൊടുക്കുന്ന പരിചരണങ്ങളെ വിവിധ സെക്ഷനുകളായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു. ആ ഒരു ഫോർമാറ്റ് ആണ് ഇത് SOMR എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ വായിച്ചു നോക്കിയേ. മെഡിക്കൽ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് in sections in accordance with the patient care departments. അതാണ് അവിടുത്തെ സോഴ്സ് അല്ലെ? which provide the care and data. രോഗിക്ക് പരിചരണങ്ങൾ കൊടുക്കുന്ന ആ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന ഡാറ്റ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട്, പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റുകളായിട്ട്, വിവിധ ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടുത്തെ സോഴ്സുകൾ, വിവിധ സോഴ്സുകളായിട്ട് നമ്മൾ തരം തിരിച്ചു വെക്കുന്ന ഒരു രീതിയാണ് SOMR എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ സോഴ്സ് എന്ന് പറഞ്ഞ ഓരോ ഡിപ്പാർട്ട്മെന്റുകളാണ്. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ICU, അങ്ങനെ അവിടെ നടത്തിയിട്ടുള്ളത് സെക്ഷൻ ആയിട്ട് നമ്മൾ തിരിച്ച് പ്രത്യേകം എഴുതി സൂക്ഷിക്കുന്നു. അതാണ് എന്ത്? SOMR എന്ന് പറയുന്നത്. ഹെൻസ് ദ നെയിം സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. അതുകൊണ്ടാണ് അതിന്റെ പേര് സോഴ്സ് ഓറിയന്റഡ് എന്ന് പറയാനുള്ള കാരണം. ക്ലിയർ ആയോ? SOMR എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? SOMR ക്ലിയർ ആയോ? അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് എന്ത് ചെയ്തു വെക്കാണ്? രോഗിക്ക് കൊടുത്ത പരിചരണങ്ങള് സെക്ഷൻ ആക്കി വെക്കുന്നു. ആ ഒരു ഫോർമാറ്റിന് നമ്മൾ SOMR എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് ഇവിടെ ഒരു 4ഓളം പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ 4 പോയിന്റുകളും ഇതിന്റെ പ്രത്യേകതയാണെന്ന് അറിയാമോ? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ പ്രത്യേകതകളാണ്.
ആദ്യം പറഞ്ഞ രണ്ടെണ്ണം SOMRന്റെ ആണ്. ഇനി പറയാൻ പോകുന്ന 4 പോയിന്റുകൾ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് ഫോർമാറ്റിന്റെ പ്രത്യേകതകളാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ പേരിൽ തന്നെ നമുക്ക് കുറെ ഗസ് ചെയ്യാൻ പറ്റും. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് അല്ലെ. ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സമന്വയിപ്പിക്കുക അല്ലെ, ഒന്നിപ്പിക്കുക എന്നുള്ള അർത്ഥമാണല്ലോ. എന്ന് പറഞ്ഞാല് അവിടെ നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്ന പരിചരണങ്ങള് അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, എല്ലാം നമ്മൾ ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ് അല്ലെ. അതായത് ഒരിക്കലും നമ്മൾ നേരത്തെ SOMR പോലെ ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പ്രോബ്ലത്തിനെ ബേസ് ചെയ്തോ അങ്ങനെയൊന്നും നമ്മൾ തരംതിരിക്കുന്നില്ല. ഒരു രോഗിക്ക് കൊടുക്കുന്ന പരിചരണങ്ങളും ട്രീറ്റ്മെന്റുകളും എന്തൊക്കെയാണോ ആ വിവരങ്ങൾ എല്ലാം തന്നെ നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്ത് വെക്കുകയാണ്, ഒരുമിച്ച് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. അവിടെ എന്ത് ചെയ്യുന്നറിയോ, ഡേറ്റിനനുസരിച്ച് നമ്മൾ എല്ലാ വിവരങ്ങളും ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്ത് വെക്കും, റെക്കോർഡ് ചെയ്ത് വെക്കും. അതാണ് എന്ത് ഇന്റഗ്രേറ്റ്. ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരുമിച്ച് കൊണ്ടുവരാണ്. അല്ലാതെ ഒരിക്കലും ഒരു സെക്ഷൻ വൈസ് ആയിട്ടോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടോ സ്പെസിഫിക് പ്രോബ്ലത്തിനെ ബേസ് ചെയ്തോ ഒന്നും അവിടെ സോർട്ട് ചെയ്യുന്നില്ല. ആ രോഗിക്ക് കൊടുക്കുന്ന പരിചരണങ്ങൾ കൃത്യമായിട്ടുള്ള ഡേറ്റ് അനുസരിച്ച് കിട്ടുന്ന എല്ലാ വിവരങ്ങളും ഒരുമിച്ച് എന്ത് ചെയ്ത് വെക്കുകയാണ്, റെക്കോർഡ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. അതാണ് എന്ത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് വായിക്കാം കേട്ടോ. നോക്കാം. Forms are organized in accordance with due date. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇവിടെ എങ്ങനെയാ നമ്മൾ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്? വിത്ത് ടു ഡേറ്റ്. ഡേറ്റ് അനുസരിച്ചാണ് അല്ലെ. പിന്നെ ഇന്നത്തെ ഡേറ്റിൽ ചെയ്ത കാര്യങ്ങള്, ഇനി നാളത്തെ ഡേറ്റിൽ ചെയ്യുന്ന കാര്യങ്ങള്, മറ്റന്നാളത്തെ ഡേറ്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ എല്ലാ വിവരങ്ങളും ഒരുമിച്ച് ഡേറ്റ് അനുസരിച്ച് എന്ത് ചെയ്ത് വെക്കുന്നു, രേഖപ്പെടുത്തി വെക്കണം. അല്ലാണ്ട് ഒരിക്കലും സെക്ഷൻ ആയിട്ടോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടോ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടോ ഒന്നും അവിടെ സോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. The forms are organized in accordance with due date. ഏതാണത്? IMR ആണ്, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഇനി അടുത്തത് എന്താണ്? Usually the record is arranged in reverse chronological order at the nurse's station. അപ്പൊ പൊതുവെ ഇവിടെ റെക്കോർഡിൽ, അതായത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങള് ഏത് രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്? റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ ആണ്. റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ എവിടെ ആയിരിക്കും? മുകളിലായിരിക്കും. ഏറ്റവും പഴയ വിവരങ്ങൾ എവിടെയായിരിക്കും? പുറകിലായിട്ടായിരിക്കും, അതായത് ബോട്ടത്തിലായിട്ടായിരിക്കും എന്ത് ചെയ്ത് വെക്കുന്നുണ്ടാവാം, റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടാവാം. മനസ്സിലായോ? അതാണ് നമ്മൾ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ടോപ്പിലും അതേസമയം ഏറ്റവും പഴയ വിവരങ്ങൾ ബോട്ടത്തിലായിട്ട് വരുന്ന രീതിയിലായിരിക്കും ഇവിടെ വിവരങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. ക്ലിയർ? യൂഷ്വലി ദ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ അറ്റ് ദ നഴ്സസ് സ്റ്റേഷൻ. So, at the point നോക്കിയേ, so the most information is at the front. അല്ലെ, most information എന്ന് വെച്ചാൽ most of the latest information, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ എല്ലാം തന്നെ എവിടെയായിരിക്കും? ഫ്രണ്ടിലായിട്ടായിരിക്കും, അതായത് മുകൾ ഭാഗത്തായിട്ടായിരിക്കും ഫയൽ ചെയ്ത് വെക്കുന്നുണ്ടാവുക. ആൻഡ് ഓൾഡസ്റ്റ് ഇൻഫർമേഷൻ ഈസ് അറ്റ് ദ ബാക്ക് ഓഫ് ഈച്ച് സെക്ഷൻ. അതായത് ഏറ്റവും പഴയ വിവരങ്ങൾ അല്ലെ, പഴയ വിവരങ്ങൾ എവിടെയായിരിക്കും? ഓരോ സെക്ഷന്റെ പുറകിലായിട്ടായിരിക്കും ഓർഗനൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെന്താണ്? റെക്കോർഡ് ഈസ് റീഓർഗനൈസ്ഡ് ആഫ്റ്റർ ദ പേഷ്യന്റ് ഈസ് ഡിസ്ചാർജ്ഡ്. ഇനി രോഗി ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ആ റെക്കോർഡിലെ വിവരങ്ങൾ റീഓർഗനൈസ് ചെയ്യാണ്. റീഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ആ ഒരു പേഷ്യന്റിന്റെ റെക്കോർഡിലെ വിവരങ്ങൾ എല്ലാം തന്നെ കംപ്ലീറ്റ് ആണെന്നും ആക്യുറേറ്റ് ആണെന്നും അപ് ടു ഡേറ്റ് ആണെന്നും എന്ത് ചെയ്യാണ്? അത് ഉറപ്പുവരുത്താണ്. അതിനു വേണ്ടി അത് ഒന്നും കൂടെ എന്ത് ചെയ്യാണ്? റീഓർഗനൈസ് ചെയ്യാണ്. റീഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ റിവ്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. എന്താണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? ആ ഒരു മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങൾ എല്ലാം തന്നെ, രോഗിയെ സംബന്ധിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ കറക്റ്റ് ആണെന്നും ആക്യുറേറ്റ് ആണെന്നും അപ് ടു ഡേറ്റ് ആണെന്നും എന്ത് ഉറപ്പുവരുത്താനായിട്ട് അത് എന്ത് ചെയ്യാണ്? റീഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് റിവ്യൂ ചെയ്യാണ് അല്ലെ. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് എന്ത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ പ്രത്യേകത. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിൽ വേറൊന്നുമല്ല, ഡേറ്റിനനുസരിച്ച് കൊണ്ട് നമ്മൾ വിവരങ്ങൾ എന്ത് ചെയ്യാണ്? ലഭിക്കുന്ന വിവരങ്ങൾ എല്ലാം തന്നെ നമ്മൾ ഒരുമിച്ച് കളക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ് അല്ലെ. പിന്നെ അവിടെ എന്താ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഫ്രണ്ടിലും ഏറ്റവും പഴയ വിവരങ്ങൾ ബാക്കിലായിട്ടായിരിക്കും ഫയൽ ചെയ്ത് വെക്കുന്നുണ്ടാവാം. ഇനി പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ വിവരങ്ങൾ എന്ത് ചെയ്യാണ്? ഒന്ന് റീഓർഗനൈസ് ചെയ്യാണ് അഥവാ റിവ്യൂ ചെയ്യാണ്.
അതായത് ആ റെക്കോർഡ് കംപ്ലീറ്റ് ആണെന്നും ആക്യുറേറ്റ് ആണെന്നും അപ് ടു ഡേറ്റ് ആണെന്നും ഉറപ്പുവരുത്താനായിട്ട് വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് SOMR. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആ ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടെ സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. അങ്ങനെ ആ ഒരു SOMRന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ഫസ്റ്റ് പറയുന്നത്. നോക്കിയേ, ഓർഗനൈസേഴ്സ് റിപ്പോർട്ട്സ് ഫ്രം ഈച്ച് സോഴ്സ് ടുഗെദർ, making it easy to decide the assessment, treatments and observations a particular department provided. അതായത് നമുക്കറിയാം SOMR എന്ന് പറയുമ്പോൾ ഓരോ സോഴ്സ് വൈസ് ആയിട്ടാണ് നമ്മൾ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഓരോ സോഴ്സുകളും ഓരോ ഡിപ്പാർട്ട്മെന്റുകളും രോഗിയില് എന്തൊക്കെ അസസ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്, എന്തൊക്കെ ഒബ്സർവേഷൻസ് ആണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തീരുമാനിക്കാനായിട്ട് സാധിക്കും. ഇപ്പോ SOMR ഫോർമാറ്റിലാണ് മെഡിക്കൽ റെക്കോർഡ് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു പേഷ്യന്റിന്റെ ICUലുള്ള വിവരങ്ങൾ, ICUവിൽ എന്തൊക്കെ അസസ്മെന്റ് ആണ് ആ പേഷ്യന്റിനെ സംബന്ധിച്ച് ചെയ്തതെന്ന് അറിയാനായിട്ട് നമ്മൾ ഒരുപാട് തപ്പി നോക്കേണ്ട കാര്യമില്ല. ICU എടുത്തു നോക്കിയാൽ മതി. ICU ഡിപ്പാർട്ട്മെന്റ് എടുത്തു നോക്കിയാൽ അതിൽ ആ ഒരു രോഗിക്ക് കൊടുത്ത കംപ്ലീറ്റ് വിവരങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്കറിയണം ആ ഒരു പേഷ്യന്റ് എമർജൻസി അതായത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നത് എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് നടത്തിയിട്ടുള്ളത്, എന്തൊക്കെ അസസ്മെന്റുകൾ നടത്തിയിരുന്നു എന്ന് നമുക്കറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ആ സോഴ്സ് മാത്രം എടുത്തു നോക്കിയാൽ മതി. അപ്പൊ അതിനകത്ത് കംപ്ലീറ്റ് ആ കാഷ്വാലിറ്റിയിൽ എന്തൊക്കെ ചെയ്തിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് അവിടെ പറയുന്നത്. അതായത് ആ റിപ്പോർട്ടുകൾ, ഓരോ സോഴ്സുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് ഒരുമിച്ച് കൊണ്ടുവരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ആ ഒരു പേഷ്യന്റിന് എന്തൊക്കെ അസസ്മെന്റുകൾ നടത്തി, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തു, എന്തൊക്കെ ഒബ്സർവേഷൻസ് നടത്തി എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഏറ്റവും വലിയൊരു SOMRന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ, ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്, ഡിസ്അഡ്വാൻറ്റേജ് കേട്ടോ. അതിന്റെ ഒരു എന്താ പറയാ ഡിസ്അഡ്വാൻറ്റേജ് എന്താ നോക്കുക, അതൊന്ന് ശ്രദ്ധിക്കാം. നോട്ട് പോസിബിൾ ടു റാപ്പിഡ്ലി ഡിസൈഡ് all of the patient problems and treatments being given for the patient at a given time. എന്താണ് പറയുന്നത്? അതായത് ഒരു നിശ്ചിത സമയത്ത്, ഒരു ഗിവൻ ടൈമില്, അതായത് ഒരു നിശ്ചിത സമയത്ത് ആ ഒരു പേഷ്യന്റിനുണ്ടായിരുന്ന രോഗത്തിന്, ആ ഒരു പേഷ്യന്റിനുണ്ടായിരുന്ന എല്ലാവിധ പ്രോബ്ലംസിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഇതിലൂടെ ലഭിക്കില്ല. എന്താണ് പറഞ്ഞത്? അതായത് ഒരു നിശ്ചിത സമയത്ത് ആ രോഗിക്ക് നമ്മൾ കൊടുക്കുന്ന, രോഗിക്ക് ഉണ്ടായിരുന്ന മൊത്തത്തിലുണ്ടായിരുന്ന എല്ലാ പ്രോബ്ലംസിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, ഇപ്പൊ രോഗി കൊണ്ടുവന്നു, ആ രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, ആദ്യം ചിലപ്പോൾ കൊണ്ടുവന്നത് കാഷ്വാലിറ്റിയിലേക്കായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക. കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നതിന് ശേഷം ചിലപ്പോൾ ആൾക്ക് എന്തോ ഹാർട്ട് സംബന്ധമായ പ്രശ്നമാണെന്ന് അറിഞ്ഞപ്പോ ജസ്റ്റ് സ്റ്റേബിൾ ആക്കിയതിനു ശേഷം അവർ എവിടേക്ക് വിടും, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് വിട്ടിരുന്നു. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ചെന്നപ്പോൾ കുറച്ച് സിവിയർ ആയിരുന്നു, അതുകൊണ്ട് അവർ കാർഡിയാക് ICUലോട്ട് ആ പേഷ്യന്റിനെ മാറ്റുകയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ഒരു 3 മണിക്കൂറിനുള്ളിൽ നടന്ന സംഭവങ്ങളാണെന്ന് വിചാരിക്കുക. നിങ്ങൾ വെറുതെ ഒന്ന് അസ്യൂം ചെയ്യാം, 3 മണിക്കൂറിനുള്ളിൽ നടന്ന കാര്യങ്ങളാണ്. അപ്പോ നമുക്ക് ആ ഒരു 3 മണിക്കൂർ സമയത്ത് ആ രോഗിക്ക് എന്തെല്ലാം പ്രോബ്ലംസുകൾ ഉണ്ടായിരുന്നു എന്നത് നമുക്ക് ഒറ്റയടിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ ആ രോഗിയെ കൊണ്ടുവരുന്ന സമയത്ത് ആ രോഗിക്ക് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടാവും, ഭയങ്കര സിവിയർ ആയിട്ടുണ്ടായിരിക്കും, അതിന്റെ ഇടയ്ക്കുള്ള ഓക്സിജൻ ചിലപ്പോൾ താഴ്ന്നു പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ആ ഒരു രോഗിക്ക് ഉണ്ടായിരുന്ന എല്ലാവിധ പ്രോബ്ലംസിനെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം 3 മണിക്കൂറിനുള്ളിൽ തന്നെ ഇയാൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മനസ്സിലായോ? ക്ലിയർ ആയോ? അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഒരു ഗിവൻ ടൈമില് ഒരു പേഷ്യന്റിന് ഉണ്ടായിരുന്ന എല്ലാവിധ പ്രോബ്ലംസിനെ പറ്റിയിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേസമയം നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെന്നിട്ട് എന്തായിരുന്നു പ്രോബ്ലം, അങ്ങനെ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസായിട്ട് കണ്ടെത്താൻ പറ്റും. പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് ആ രോഗിക്ക് ഉണ്ടായിരുന്ന എല്ലാവിധ പ്രോബ്ലംസിനെ പറ്റിയിട്ടും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാര്യം എന്താണ്? As the data from the different departments are arranged in sections and not in accordance with the problems of the patient,
or integrated in time sequence. കാര്യം എന്താണ്, അവിടെ ഒരിക്കലും പേഷ്യന്റിന്റെ വിവരങ്ങൾ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഒരിക്കലും ഒരു പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ടൈമിനെ ബേസ് ചെയ്തിട്ടോ ഒന്നും അല്ല അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചത് അല്ലെ, സെക്ഷൻ വൈസ് ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ രോഗിക്ക് ഉണ്ടായിരുന്ന എല്ലാവിധ പ്രോബ്ലംസിനെ പറ്റി പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് അതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. SOMR ഓക്കെ ആണോ നിങ്ങൾക്ക്? SOMR എന്താണെന്നും അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നും ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പൊ ആ പ്രത്യേകത തന്നിട്ട് ഏത് ഫോർമാറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് POMR അല്ലെ. POMR എന്താണ്? പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് ആണ് കേട്ടോ. പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. അപ്പൊ POMR-നെ പറ്റിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ നോക്കാം. POMR അതിന്റെ ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ലോറൻസ് എൽ ബീഡ് കേട്ടോ. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. POMR ഫോർമാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ, ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി? ആരാണ്? ലോറൻസ് എൽ ബീഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് കേട്ടോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കാം. POMR provided a systematic method of documentation to reflect logical thinking on the part of the physician controlling the care of the patient. അപ്പൊ ഞാൻ പറയട്ടെ, POMR എന്ന് പറയുന്നത് അതിന്റെ ഫുൾ ഫോം നമുക്കറിയാം അല്ലെ, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രോബ്ലത്തിനെയാണ് അവിടെ കൂടുതൽ ഓറിയന്റ് ചെയ്യുന്നത് അല്ലെ. എന്ന് പറഞ്ഞാല് അതായത് ഒരു രോഗിക്ക് ഉണ്ടാവുന്ന പ്രത്യേക പ്രശ്നങ്ങള് അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുണ്ടാവുന്ന ആശങ്കകള് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. ക്ലിയർ ആയോ? POMR എന്ന് പറഞ്ഞത് അതായത് പ്രോബ്ലത്തിനാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഒരു രോഗിക്ക് ഉണ്ടാവുന്ന പ്രത്യേകമായിട്ടുണ്ടാവുന്ന പ്രോബ്ലംസുകള് അല്ലെങ്കിൽ അവരുടെ കൺസേൺസ്, ആശങ്കകള് അല്ലെ, അതിനെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. ആ ഒരു ഫോർമാറ്റിനെയാണ് നമ്മൾ POMR എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ. ഇറ്റ് പ്രൊവൈഡ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡോക്യുമെന്റേഷൻ ടു റിഫ്ലക്ട് ദ ലോജിക്കൽ തിങ്കിങ് ഓൺ ദ പാർട്ട് ഓഫ് എ ഫിസിഷ്യൻ കൺട്രോളിംഗ് ദ കെയർ ഓഫ് ദ പേഷ്യന്റ്. അപ്പോ ഇത് എന്ന് പറഞ്ഞാൽ POMR എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡോക്യുമെന്റേഷൻ ആയിട്ടാണ് പറയുന്നത്. കാര്യം SOMR ഉണ്ട്, IMR ഒക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡോക്യുമെന്റേഷൻ ആയിട്ട് കണക്കാക്കുന്നത് ഏത് ഫോർമാറ്റ് ആണ്? POMR ആണ്. അതില് POMR-നകത്ത് നമ്മൾ എപ്പോഴും ഈ രോഗിക്ക് പരിചരണങ്ങൾ കൊടുക്കുന്ന ഡോക്ടേഴ്സിന്റെ ആ ഒരു എന്താ പറയാ ഡോക്ടേഴ്സിന്റെ തിങ്കിങ് അല്ലെങ്കിൽ അവരുടെ ഇന്റർപ്രിട്ടേഷൻ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാല് ഓരോ പ്രോബ്ലത്തിനെയും ഡോക്ടർ എങ്ങനെയാണ് അതിനെ കണ്ടിരിക്കുന്നത് അല്ലെ, അതായത് രോഗി നേരിടുന്ന ഓരോ പ്രോബ്ലംസിനെയും ഡോക്ടർ ഏത് രീതിയിലാണ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ വിവരങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്? ദ ഫിസിഷ്യൻ എക്സ്പ്ലെയിൻസ് ആൻഡ് ഫോളോസ് each clinical problem individually and organizes them for the solution. ഇവിടെ എങ്ങനെയാണ് ഫിസിഷ്യൻ ഡോക്ടർ എന്താ ചെയ്യുന്നത്? ആ രോഗിക്ക് ഉണ്ടാവുന്ന ഓരോ പ്രോബ്ലത്തിനെയും വ്യക്തിഗതമായിട്ട് തന്നെ കൺസിഡർ ചെയ്ത് അതിനായിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടാവും. അതായത് ഇപ്പൊ ഒരു രോഗിക്ക് ഒരു 6 പ്രോബ്ലംസ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഓരോ പ്രോബ്ലത്തിനെയും സ്പെസിഫൈഡ് ആയിട്ട് തന്നെ ഓരോ പ്രോബ്ലത്തിനെയും സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വലി തന്നെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കും. ആ ഒരു രീതിയിൽ പ്രോബ്ലം വൈസ് ആയിട്ടാണ് നമ്മൾ അവിടെ വിവരങ്ങളെ എന്ത് ചെയ്ത് വെക്കുന്നത്, ഓർഗനൈസ് ചെയ്ത് സൂക്ഷിക്കുന്നത്. അപ്പൊ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ലോറൻസ് എൽ ബീഡ്. ഇതൊരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡോക്യുമെന്റേഷൻ ആണ്. ഇതില് ഡോക്ടറുടെ ആ ഒരു തിങ്കിങ്ങും കൂടെ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്. ഇവിടെ ഓരോ രോഗി നേരിടുന്ന ഓരോ പ്രശ്നങ്ങളെ വ്യക്തിഗതമായിട്ട് തന്നെ കൺസിഡർ ചെയ്ത് പരിഹരിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള പരിഹാരങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ഓരോ പ്രോബ്ലത്തിനെ അഡ്രൈസ് ചെയ്തുകൊണ്ടാണ് വിവരങ്ങളെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? POMR എന്താണെന്ന് മനസ്സിലായോ? പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇനി വരുന്നതാണ് ബേസിക് പാർട്സ് ഓഫ് POMR. അത് പറഞ്ഞല്ലോ, POMR കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ POMR-നെ തന്നെ പ്രധാനമായിട്ടും 4 ഭാഗങ്ങളായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. POMR എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ആണ്. ആ ഒരു ഫോർമാറ്റിൽ തന്നെ നമ്മൾ വിവരങ്ങളെ 4 ഭാഗങ്ങളായിട്ടാണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഇതൊക്കെയാണ് 4 പാർട്ട്. ബേസിക് ആയിട്ട് 4 പാർട്ടുകളാണ് വരുന്നത്.
ആ 4 പാർട്ടുകൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഡാറ്റാബേസ്, സെക്കൻഡ് വൺ പ്രോബ്ലം ലിസ്റ്റ്, തേർഡ് വൺ ഇനീഷ്യൽ പ്ലാൻസ്, ഫോർത്ത് വൺ പ്രോഗ്രസ് നോട്ട്. അപ്പൊ നമുക്ക് POMR ഫോർമാറ്റിനകത്ത് പ്രധാനമായിട്ട് 4 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തത് ഡാറ്റാബേസ്, രണ്ടാമത്തേത് പ്രോബ്ലം ലിസ്റ്റ്, മൂന്നാമത്തത് ഇനീഷ്യൽ പ്ലാൻ, നാലാമത്തത് പ്രോഗ്രസ് നോട്ട്. അപ്പൊ ഇത് ഓരോന്ന് എന്താ നോക്കുക, ഇതൊരു കണക്ട് ചെയ്ത് നമുക്ക് ഓർക്കാൻ പറ്റും. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ പേരിൽ തന്നെ കിടപ്പുണ്ട്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ രോഗിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡാറ്റകളായിരിക്കും നമ്മൾ ആദ്യം എഴുതുന്നത്. ഓക്കെ, ഡാറ്റാബേസ് ആണ് അല്ലെ, അതായത് ഒരു രോഗിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡാറ്റകള്, അതാണ് നമ്മൾ അവിടെ രേഖപ്പെടുത്തുന്നത്. അത് തന്നെ അതിന് പറഞ്ഞ കറക്റ്റ് ആണ് പേഴ്സണൽ ഡാറ്റകള്. ഓക്കെ, നോക്കുക. മിനിമം സെറ്റ് ഓഫ് ഡാറ്റ ടു ബി ഗോട്ട് ഓൺ എവരി പേഷ്യന്റ്. ഒരു പേഷ്യന്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മിനിമം ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡാറ്റകൾ, അങ്ങനെ പറഞ്ഞ പോലെ പേഴ്സണൽ ഡാറ്റകളായിരിക്കും അവിടെ രേഖപ്പെടുത്തുന്നുണ്ടാവാം. എന്തൊക്കെയാണ് അതിനകത്ത് ഉണ്ടാവുക, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഡാറ്റാബേസിനകത്ത് എന്തൊക്കെ വിവരങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഒന്ന് ചീഫ് കംപ്ലൈന്റ് അല്ലെ, ആ രോഗിയുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങള്, അതുപോലെ പ്രസന്റ് ഇൽനെസ്, നിലവിൽ അവരുടെ അവസ്ഥകള് അല്ലെ. പിന്നെ പേഷ്യന്റ് പ്രൊഫൈൽ, അതായത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ആ രോഗിയുടെ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ആ രോഗിയുടെ പേര്, അവരുടെ അഡ്രസ്, അവരുടെ ജെൻഡർ ഐഡന്റിറ്റി അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പേഴ്സണൽ പേഷ്യന്റ് പ്രൊഫൈല്. പിന്നെ അസോസിയേറ്റഡ് സോഷ്യൽ ഡാറ്റ, അവരുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക പശ്ചാത്തലം. ഓക്കെ, സോഷ്യൽ ഡാറ്റകള്. പിന്നെ പാസ്റ്റ് ഹിസ്റ്ററി, അല്ലെ, ആ രോഗിയുടെ പഴയ ഹിസ്റ്ററി, പഴയ മെഡിക്കൽ ഹിസ്റ്ററി, അവർക്ക് മുൻപ് എപ്പോഴെങ്കിലും അസുഖം ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള്. പിന്നെ റിവ്യൂ ഓഫ് സിസ്റ്റംസ്. റിവ്യൂ ഓഫ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൊത്തത്തിൽ ആ രോഗിയുടെ ബോഡി സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള ഒരു അവലോകനം, അതായത് എല്ലാ ബോഡി മൊത്തത്തിൽ അവരുടെ ആ ഒരു ഹെൽത്തിനെ പറ്റിയിട്ടുള്ള ഓവറോൾ ഡാറ്റ, ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വളരെ ഡീപ്പ് ആയിട്ടുള്ള ഡാറ്റയല്ല, ഓവറോൾ ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ഡാറ്റ, അതാണ് റിവ്യൂ ഓഫ് സിസ്റ്റംസ് കേട്ടോ. പിന്നെന്താണ്? ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് ഡിഫൈൻഡ് കണ്ടന്റ്, അവരിൽ നടത്തിയിട്ടുള്ള ശാരീരികമായിട്ടുള്ള പരിശോധനകള്, അതുപോലെ ബേസ് ലൈൻ ലബോറട്ടറി ഡാറ്റ, ഏറ്റവും ബേസിക് ആയിട്ട് അവരിൽ നടത്തിയിട്ടുള്ള ലാബ് ഡാറ്റ. ഇത്രയും കാര്യങ്ങളാണ് ഏതിനകത്ത് ഉൾപ്പെടുത്തുന്നത്? ഡാറ്റാബേസിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഡാറ്റയാണ്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ഡാറ്റാബേസ് ഓക്കെ അല്ലേ? ബേസിക് ആയിട്ടുള്ള ഡാറ്റ. ഇനി എന്താണ്? പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡാണ് അല്ലെ. സോ രണ്ടാമത്തെ പാർട്ട് എന്താണ്? പ്രോബ്ലം ലിസ്റ്റ് ആണ്. രണ്ടാമത്തെ പാർട്ട് പ്രോബ്ലം ലിസ്റ്റ് ആണ്. ആ രോഗി നേരിടുന്ന എല്ലാവിധ പ്രശ്നങ്ങളെയും നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാണ്? ലിസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നോക്കാം. ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഓൺ എ ഫോം പ്ലേസ്ഡ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ റെക്കോർഡ് കേട്ടോ. അപ്പൊ പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഫോം പോലെ തന്നെയാണ് കേട്ടോ. പ്രോബ്ലംസ് ഒക്കെ രേഖപ്പെടുത്തുന്ന ഒരു ലിസ്റ്റ് ആണ്, ഒരു ഫോം ആണ്. ആ ഫോം എപ്പോഴും ആ ഒരു POMR റെക്കോർഡിന്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. ഏറ്റവും പ്ലേസ്ഡ് ഇൻ ദ ഫ്രണ്ട് എന്നാണ് പറയുന്നത്. റെക്കോർഡിന്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് തന്നെ പ്രോബ്ലം ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഈ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ്? ആ രോഗി നേരിടുന്ന എല്ലാവിധ പ്രോബ്ലംസുകളും അതിൽ ലിസ്റ്റ് ചെയ്യും. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എല്ലാവിധ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശാരീരികമായിട്ടുള്ള പ്രോബ്ലംസ് മാത്രമല്ല, മാനസികമായിട്ടും ശാരീരികമായിട്ടും വൈകാരികമായിട്ടും സാമൂഹ്യപരമായിട്ടും അതിന് സാമ്പത്തികമായിട്ടും ഒക്കെ ആ ഒരു പേഷ്യന്റ് നേരിടുന്ന എല്ലാവിധ പ്രശ്നങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോബ്ലം ലിസ്റ്റിനകത്ത് രേഖപ്പെടുത്തുന്നു. അല്ലാണ്ട് ഇത് മാത്രമല്ല, ക്ലിനിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് മാത്രമല്ല കേട്ടോ, എല്ലാ പ്രോബ്ലംസുകളും അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ കോൺസെപ്റ്റ് പറയുന്നത്. പ്രോബ്ലംസ് ആർ എനിത്തിങ് ദാറ്റ് നീഡ് മാനേജ്മെന്റ് ഓർ ഡയഗ്നോസ്റ്റിക് വർക്ക്. അതായത് നമുക്ക് ആ ഒരു രോഗിക്ക് മാനേജ്മെന്റ് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോബ്ലംസുകളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡിങ് മെഡിക്കൽ പ്രോബ്ലംസ് കണ്ടോ, മെഡിക്കൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് ഡെമോഗ്രഫിക് പ്രോബ്ലംസ് പാസ്റ്റ് ആൻഡ് പ്രസന്റ് കണ്ടോ. അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും അതുപോലെ അവർക്ക് മുന്നുണ്ടായിരുന്നതും നിലവിലുണ്ടായിരുന്നതും ഉള്ളതുമായ എല്ലാ പ്രോബ്ലംസുകളും അതിനകത്ത് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ. അടുത്തത് മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ലിസ്റ്റ് മസ്റ്റ് അഫേം the problems at the level of the physician's apprehension of a particular problem. എന്താണ് പറയുന്നത്? ലിസ്റ്റ് must affirm the problems at the level of the physician's apprehension. Apprehension means ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്റർപ്രിട്ടേഷൻ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഒരു ഡോക്ടറുടെ തിങ്കിങ് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അവിടെ പ്രോബ്ലം ലിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുതന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ആ രോഗിയുടെ ഓരോ പ്രോബ്ലത്തിനെയും ഫിസിഷ്യന്റെ, ഡോക്ടറുടെ ഇന്റർപ്രിട്ടേഷനില്, ഡോക്ടറുടെ ആ ഒരു ഇന്റർപ്രിട്ടേഷൻ ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷനിലായിരിക്കും
നമ്മൾ അവിടെ പ്രോബ്ലം ലിസ്റ്റിനകത്ത് പ്രോബ്ലംസുകൾ എന്ത് ചെയ്യുന്നത്, രേഖപ്പെടുത്തുന്നത്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം? അതായത് ഇപ്പൊ നമ്മൾ ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെസ്റ്റ് പെയിൻ ആയിട്ടാണ് ആ രോഗിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുന്നത്. നമ്മൾ സാധാരണക്കാരെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം? ചെസ്റ്റ് പെയിൻ ആണ്, നെഞ്ചുവേദനയാണ്. പക്ഷെ ഒരു ഡോക്ടർ എങ്ങനെയായിരിക്കും ഇന്റർപ്രറ്റ് ചെയ്യാം? വ്യത്യാസമില്ലേ? ഒരു ഡോക്ടർ എന്തായിരിക്കും ഇന്റർപ്രറ്റ് ചെയ്യുക? ചെസ്റ്റ് പെയിൻ ആയിട്ട് നമ്മൾ നെഞ്ചുവേദനയ്ക്ക് പല കാര്യങ്ങളുണ്ട്. അതിലിപ്പോ ഗ്യാസ് മൂലം നെഞ്ചുവേദന വരാം, അല്ലെങ്കിൽ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാകുന്നത് മൂലം നെഞ്ചുവേദന വരാം, അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണേ? നെഞ്ചുവേദന എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഒരു ഡോക്ടർ ചിലപ്പോൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് വ്യത്യാസം. ഡോക്ടർ എങ്ങനെയായിരിക്കും ഇന്റർപ്രറ്റ് ചെയ്യുക? ഡോക്ടർക്ക് അത് പരിശോധിക്കും, ഡോക്ടർക്ക് തോന്നുകയാണത് ഗ്യാസിന്റെ പ്രോബ്ലം അല്ല, ഹാർട്ടില് ബ്ലോക്ക് വരുന്നുണ്ട്, ആ ബ്ലോക്കിന്റെ സിംറ്റം ആയിട്ടാണ് ഈ ചെസ്റ്റ് പെയിൻ വന്നിട്ടുള്ളത്. അപ്പൊ ഡോക്ടർ ചിലപ്പോൾ അതിനെ എങ്ങനെയായിരിക്കും രേഖപ്പെടുത്തുക? കാഡ് എന്നുള്ള രീതിയിലായിരിക്കും രേഖപ്പെടുത്തുക, അല്ലെ? കൊറോണറി ആർട്ടറി ഡിസീസ് നമ്മൾ പഠിച്ചതാണ്, അല്ലെ? അല്ലെങ്കിൽ എന്താ പറയുക, കാഡ് ആൻജിന പെക്ടോറിസം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും രേഖപ്പെടുത്തുന്നുണ്ടാവാം. ആൻജിന പെക്ടോറിസം എന്ന ബ്ലോക്ക് വരുമ്പോൾ അനുഭവപ്പെടുന്ന നെഞ്ചുവേദന. അപ്പൊ ഡോക്ടറുടെ ഇന്റർപ്രിട്ടേഷൻ വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണക്കാരെ ഇന്റർപ്രിട്ട് ചെയ്യുന്ന ഒരു ഡോക്ടർ ഇന്റർപ്രിട്ട് ചെയ്യുന്നത് തമ്മിൽ നല്ല വ്യത്യാസമില്ലേ? അതിനൊരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. അതായത് ഒരു ഡോക്ടറുടെ ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷനിലായിരിക്കും നമ്മൾ അവിടെ പ്രോബ്ലംസിനെ എന്ത് ചെയ്യുന്നുണ്ടാവാം, ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. കാര്യം എന്താണ്? റെക്കോർഡുകൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ആരാണ്? മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ്. അവിടെ സാധാരണക്കാരന്റെ ഇന്റർപ്രിട്ടേഷൻ അല്ല ആവശ്യം. ഡോക്ടേഴ്സ് ആണ് പരസ്പരം അത് റെഫർ ചെയ്യുന്നതും അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ്. അവരുടെ ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷനിലായിരിക്കും അവരെന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം, പ്രോബ്ലംസ് അവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ലിസ്റ്റ് മസ്റ്റ് അഫേം ദ പ്രോബ്ലംസ് അറ്റ് ദ ലെവൽ ഓഫ് ദ ഫിസിഷ്യൻ ആപ്രിഹെൻഷൻ, ലെവൽ ഓഫ് ഫിസിഷ്യൻ ഇന്റർപ്രിട്ടേഷൻ ഓഫ് എ പെർട്ടിക്കുലർ പ്രോബ്ലം. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അടുത്തത് എന്താണ്? പ്രോബ്ലം ലിസ്റ്റ് മേ കണ്ടെയ്ൻ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എൻ അബ്നോർമൽ ഫൈൻഡിംഗ്, physiological detection or a specific diagnosis. ഇനി ഈ പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വിശദാംശങ്ങൾ ഉണ്ടായിരിക്കും? സ്റ്റേറ്റ്മെന്റ് ഓഫ് എൻ അബ്നോർമൽ ഫൈൻഡിങ്, ആ രോഗിയിൽ നമ്മൾ അസാധാരണമായിട്ട് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തും. അതുപോലെ ഫിസിയോളജിക്കൽ ഡിറ്റക്ഷൻ, ശാരീരികമായിട്ട് എന്തെങ്കിലും അബ്നോർമൽ ആയിട്ട് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലംസോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഓരോ സ്പെസിഫിക് ഡയഗ്നോസിസ്, അത് കൂടാണ്ട് സ്പെസിഫിക് ആയിട്ട് പ്രത്യേകമായിട്ട് എന്തെങ്കിലും രോഗനിർണയങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതും അതിനകത്ത് രേഖപ്പെടുത്തും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തത് എന്താണ്? Additions and changes are made in the list since the new problems are identified and the active problems resolved. ഇനി പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ലിസ്റ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? സ്ഥിരമായ ലിസ്റ്റ് ആണോ? അല്ല. പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും, അല്ലെ? പുതിയ പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അതുപോലെ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത ചില പ്രോബ്ലംസ് നമ്മൾ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവിടെ രേഖപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? അത് നമുക്ക് എടുത്ത് മാറ്റാം, അല്ലെ? അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്തായാലും സ്റ്റേബിൾ ലിസ്റ്റ് അല്ല, അല്ലെ? അതിന് ആവശ്യമായിട്ടുള്ള കൂട്ടിച്ചേർക്കലുകളും അതുപോലെ തന്നെ പരിഹരിച്ച പ്രശ്നങ്ങൾ നമ്മൾ അവിടെ നിന്ന് നീക്കം ചെയ്യും. അതാണ് അവിടെ പറയുന്നത്. അഡീഷൻസ് ആൻഡ് ചേഞ്ചസ് ആർ മെയ്ഡ് ഇൻ ദ ലിസ്റ്റ്, അല്ലെ? പുതിയ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ അത് ആഡ് ചെയ്യുന്നു. ഇനി റിസോൾവ് ചെയ്യപ്പെട്ട പരിഹരിക്കപ്പെട്ട പ്രോബ്ലംസുകൾ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യാണ്? എടുത്തു മാറ്റും. അതാണ് കേട്ടോ. ആ മെയ്ഡ് ഇൻ ദ ലിസ്റ്റ് സിക്സ് ന്യൂ പ്രോബ്ലംസ് ആർ ഐഡന്റിഫൈഡ് ആൻഡ് ആക്റ്റീവ് പ്രോബ്ലംസ് റിസോൾവ്ഡ്. പുതിയ പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ലിസ്റ്റയിൽ എഴുതി ചേർക്കുന്നു. റിസോൾവ് ചെയ്തിട്ടുള്ള പരിഹരിച്ച പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുത്തു മാറ്റുകയും ചെയ്യും. അങ്ങനെ ഇതിലിങ്ങനെ ചേഞ്ചസുകൾ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, പിന്നെന്താണ്? പ്രോബ്ലംസ് ആർ മാർക്ക്ഡ് ഡ്രോപ്ഡ് ഓർ റിസോൾവ്ഡ്. കേട്ടോ, നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുള്ള, തള്ളിക്കളഞ്ഞിട്ടുള്ള, അതുപോലെ തന്നെ നമ്മൾ റിസോൾവ് ചെയ്തിട്ടുള്ള, പരിഹരിച്ചിട്ടുള്ള പ്രോബ്ലംസുകളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്ത് വെക്കും? മാർക്ക് ചെയ്ത് വെക്കും. ഓക്കെ, എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കും. ഒരുപാട് പ്രോബ്ലംസ് വരുമ്പോൾ ഏതൊക്കെ പരിഹരിച്ചു, ഏതൊക്കെ ഇനി കൺസിഡർ ചെയ്യണം എന്നുള്ളത് തിരിച്ചറിയണം, അല്ലെ? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെക്കും? അത് പ്രോപ്പർ ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കും. ഡ്രോപ്പ് ചെയ്തിട്ടുള്ള, തള്ളിക്കളഞ്ഞിട്ടുള്ള, പരിഹരിച്ചിട്ടുള്ള പ്രോബ്ലംസുകൾ കൃത്യമായിട്ട് അതിനകത്ത് മാർക്ക് ചെയ്ത് വെക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? പ്രോബ്ലം ലിസ്റ്റ് ഓക്കെ ആണോ? അപ്പൊ പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഏത് തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഒരു ഡോക്ടറുടെ ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷൻ രീതിയിലായിരിക്കും നമ്മൾ പ്രോബ്ലം ലിസ്റ്റിനകത്ത് പ്രോബ്ലംസ് എഴുതി വെക്കുന്നത്. പിന്നെ പ്രോബ്ലം ലിസ്റ്റിനകത്ത് അബ്നോർമൽ ആയിട്ട് കണ്ടെത്തിയ എല്ലാ ഫൈൻഡിങ്സും സെക്ഷൻസും നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രോബ്ലം ലിസ്റ്റ് ഒരിക്കലും സ്ഥിരമായിട്ടുള്ള ഒരു ലിസ്റ്റ് അല്ല. അതിൽ പുതിയ അഡീഷൻസുകളും ചേഞ്ചസുകളും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും, അല്ലെ? പുതിയ പ്രോബ്ലംസ് ആഡ് ചെയ്യും. റിസോൾവ് ചെയ്ത പ്രോബ്ലംസുകൾ നമ്മളത് നീക്കം ചെയ്യുന്നു. അതുപോലെ നമ്മൾ റിസോൾവ് ചെയ്ത പ്രോബ്ലംസുകളെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്ത് വെക്കും? മാർക്ക് ചെയ്ത് സൂക്ഷിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഡാറ്റാബേസ് മനസ്സിലായി, പ്രോബ്ലം ലിസ്റ്റ് മനസ്സിലായി. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചേ, പ്രോബ്ലം ലിസ്റ്റിനകത്ത് പ്രോബ്ലംസ് ഒക്കെ ലിസ്റ്റ് ചെയ്തല്ലോ. ഇനി നമുക്ക് എന്ത് വേണം? നമുക്ക്
അതിനുള്ള പരിഹാരങ്ങൾ കാണണം അല്ലെ, ആ പ്രോബ്ലംസ് പരിഹരിക്കണം അല്ലെ. പ്രോബ്ലംസ് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എന്ത് തയ്യാറാക്കണം, പ്ലാനുകൾ തയ്യാറാക്കണം അല്ലെ മൂന്നാമത് വരിക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. എന്താണ് ഇനീഷ്യൽ പ്ലാൻ. ഓക്കെ, ഇനീഷ്യൽ പ്ലാൻ എന്താണ്, പ്രോബ്ലം ലിസ്റ്റ് വരെ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രോബ്ലംസിന് എന്ത് ചെയ്യണം, പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കണം. അതാണ് ഇനീഷ്യൽ പ്ലാനിനകത്ത് പറയുന്നത്. ഓക്കെ, വായിക്കാം നമുക്ക്. ഇറ്റ് എക്സ്പ്ലെയിൻസ് വാട്ട് വിൽ ബി ഡൺ to learn more about the patient condition, treat the condition and instruct the patient about the condition. അപ്പൊ ഇനീഷ്യൽ പ്ലാനിനകത്ത് പ്ലാനാണ്, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ എഴുതുന്നത് അല്ലെ. അതായത് ആ ഒരു രോഗിയുടെ കണ്ടീഷനെ പറ്റി പഠിക്കാൻ, ഇതിന്റെ കണ്ടീഷനെ പറ്റി മനസ്സിലാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അതുപോലെ ട്രീറ്റ് ചെയ്ത കണ്ടീഷൻ അല്ലെ, ആ ഒരു രോഗിയുടെ കണ്ടീഷൻ മനസ്സിലാക്കാനും ആ കണ്ടീഷനെ ചികിത്സിക്കാനും ആ കണ്ടീഷനെ പറ്റിയിട്ട് രോഗികൾക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കണം എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും ഇനീഷ്യൽ പ്ലാനിനകത്ത് തയ്യാറാക്കുന്നത്. പ്ലാനാണ് നമ്മൾ ചെയ്യുന്നത്. ആ കണ്ടീഷനെ പറ്റി മനസ്സിലാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ആ കണ്ടീഷനെ പറ്റിയിട്ട് രോഗിക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കണം എന്നതിനെ പറ്റിയിട്ടുള്ള പ്ലാനുകളാണ് നമ്മൾ അവിടെ എഴുതി ചേർക്കുന്നത്. ഓക്കെ, പിന്നെന്താണ് കണ്ടീഷൻ ഡൗട്ടഡ് ഓർ നോട്ട് ടു ബി റൂൾഡ് ഔട്ട് ആർ നോട്ടഡ് ഇൻ ദ ഇനീഷ്യൽ പ്ലാൻ. അതുകൂടാതെ കണ്ടീഷൻ ഡൗട്ടഡ് നമ്മൾ സംശയിക്കപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതുകൂടാണ്ട് നമുക്ക് ഒരു കാരണവശാലും കളയാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതെല്ലാം തന്നെ നമ്മൾ ഇനീഷ്യൽ പ്ലാനിനകത്ത് രേഖപ്പെടുത്തി വെക്കും. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു അസംഷൻ ഉണ്ടാവും, ഇന്ന കാരണമാകാം അല്ലെ, ഇന്നതായിരിക്കാം എന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കും. എന്നാൽ നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ സംശയിക്കപ്പെടുന്നതായിക്കോട്ടെ, ഇനി ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം നമ്മൾ എന്തിനകത്ത് രേഖപ്പെടുത്തുന്നത്, ഇനീഷ്യൽ പ്ലാനിനകത്ത് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, അടുത്തത് എന്താണ് സ്പെസിഫിക് പ്ലാൻസ് ഫോർ ഈച്ച് പ്രോബ്ലം are categorized into the more information for diagnosis management bracket ruled out. അതായത് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഓരോ പ്രോബ്ലത്തിനും വേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാനുകൾ നമ്മൾ തയ്യാറാക്കി അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കൂടുതൽ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് സോർട്ട് ചെയ്ത് വെക്കണം. നമ്മൾ പ്രോബ്ലം ഓറിയന്റഡിന്റെ പേരിൽ തന്നെ പറഞ്ഞു അല്ലെ, പ്രോബ്ലത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ആ ഒരു പേഷ്യന്റ് നേരിടുന്ന ഓരോ പ്രോബ്ലത്തിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്ത് അതിനുള്ള പ്രോബ്ലംസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് അവിടെ പറയുന്നത് സ്പെസിഫിക് പ്ലാൻസ് ഫോർ ഈച്ച് പ്രോബ്ലം. ആ രോഗി നേരിടുന്ന ഓരോ പ്രോബ്ലത്തിനും പ്രത്യേകമായിട്ട് തന്നെ പ്ലാനുകൾ തയ്യാറാക്കി അതിന് കൂടുതൽ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്ത് വെക്കും. ഒരു 6 പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്നാമത്തെ പ്രോബ്ലം എന്താണ്, അതിന് എന്ത് പ്ലാനാണ് അത് എഴുതി വെക്കുന്നു. രണ്ടാമത്തെ പ്രോബ്ലം എന്താണ്, അതിന് എന്ത് പ്ലാനാണ് അത് എഴുതി വെക്കുന്നു. അങ്ങനെ അപ് ടു 6 പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ 6 പ്രോബ്ലത്തിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള പ്ലാനുകൾ സെറ്റ് ചെയ്ത് ഫർദർ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെക്കാം, സോർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്തത് എന്താണ് തെറാപ്പി അല്ലെ. തെറാപ്പി എന്ന് വെച്ചാൽ എന്താണ്, ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. സോ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡ്രഗ്സ് പ്രൊസീജിയേഴ്സ് ആൻഡ് കോഴ്സ് അല്ലെ. തെറാപ്പി എന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് ആണ്. അതായത് അവർക്ക് അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെന്റുകൾ പ്ലാൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവർക്ക് എന്തൊക്കെ മരുന്നുകൾ കൊടുക്കണം, എന്തൊക്കെ പ്രൊസീജിയറുകളാണ്, എന്തൊക്കെയാണ് അതിന് നമ്മൾ ലക്ഷ്യമിടുന്നത്, അതിന്റെ എല്ലാ വിശദാംശങ്ങളും തെറാപ്പി പ്ലാൻസുകളും അതിനകത്ത് നമ്മൾ എഴുതി വെക്കുന്നുണ്ട്. പേഷ്യന്റ് എഡ്യൂക്കേഷൻ. പേഷ്യന്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇൻസ്ട്രക്ട് ദ പേഷ്യന്റ് അബൌട്ട് ദ കണ്ടീഷൻസ് അല്ലെ. ആ ഒരു പേഷ്യന്റിന്റെ രോഗാവസ്ഥയെ പറ്റിയിട്ട് നമുക്ക് എന്ത് കൊടുക്കണം, പേഷ്യന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കണം. അത് തന്നെയാണ് ഇവിടെ പേഷ്യന്റ് എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത് അല്ലെ. പേഷ്യന്റിന് എന്ത് കൊടുക്കണം, കൗൺസിലിംഗ് കൊടുക്കണം. അവരുടെ രോഗാവസ്ഥയെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങളും അതിന് വേണ്ട നിർദ്ദേശങ്ങളും അവയർനെസ്സും കൊടുക്കണം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്, ഇനീഷ്യൽ പ്ലാനിങ്ങിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. പ്ലാൻ എന്ന് പറയുമ്പോൾ ആ രോഗത്തിന് നമുക്ക് എങ്ങനെയൊക്കെ ചികിത്സിക്കാൻ പറ്റും ആ പ്ലാനുകൾ കംപ്ലീറ്റ് എഴുതും. അതിനകത്ത് രോഗിയുടെ അവയർനെസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതാണ് പേഷ്യന്റ് എഡ്യൂക്കേഷൻ വന്നിരിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനീഷ്യൽ പ്ലാൻ മനസ്സിലായോ? പ്രോബ്ലം ലിസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഇനീഷ്യൽ പ്ലാൻ ആണ്. ആ പ്രോബ്ലത്തിന് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കലാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 4ാമത്തെ ഭാഗമാണ് പ്രോഗ്രസ് നോട്ട് കേട്ടോ. പ്രോഗ്രസ് നോട്ട് എവിടെ നമ്മൾ പഠിച്ചു, ക്ലിനിക്കൽ ഡാറ്റയ്ക്ക് പഠിച്ചിരുന്നു കേട്ടോ. ഓക്കെ, പ്രോഗ്രസ് നോട്ട് എന്താണ്? സ്വാഭാവികമായിട്ട് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പ്ലാനുകളൊക്കെ തയ്യാറാക്കി ട്രീറ്റ്മെന്റുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പേഷ്യന്റിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവില്ലേ? പേഷ്യന്റിൽ എന്തുണ്ടാവും? ബെറ്റർ ആവും അല്ലെ, കുറെ കൂടെ അവർ ഇംപ്രൂവ് ആവില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രോഗ്രസ് നോട്ടിനകത്ത് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ഇപ്പൊ പ്രോഗ്രസ് നോട്ടിൽ എന്താണ്?
ഫോളോ ഫോർ ഈച്ച് പ്രോബ്ലം. അതെ, അതായത് ഓരോ പ്രോബ്ലത്തിന്റെയും ഫോളോ അപ്പുകളായിരിക്കും. ഫോളോ അപ്പ് മീൻസ് അവരുടെ പ്രോഗ്രസ് ആയിരിക്കുമല്ലോ ഉണ്ടായിരിക്കാം. നമ്മൾ ഇനീഷ്യൽ പ്ലാനിനകത്ത് വരെ ഓരോ പ്രോബ്ലത്തിനെ സ്പെസിഫൈ ചെയ്ത് നമ്മൾ അതിന്റെ പ്ലാനുകളും കാര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. പ്രോഗ്രസ് നോട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ ഓരോ പ്രോബ്ലത്തിന്റെ ഫോളോ അപ്പുകളാണ് അവിടെ എഴുതുന്നത്. ഓരോ പ്രോബ്ലത്തിന് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തു, അതിൽ എന്ത് പ്രോഗ്രസ് ഉണ്ടായി അല്ലെങ്കിൽ എന്ത് ഇംപ്രൂവ്മെന്റ് ഉണ്ടായി എന്നുള്ള ഫോളോ അപ്പ് ആയിരിക്കും നമ്മൾ അവിടെ എഴുതിച്ചത്. ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫോളോ അപ്പ് ഈച്ച് പ്രോബ്ലം, ഓരോ പ്രോബ്ലത്തിന്റെ ഫോളോ അപ്പ് ആണ് രേഖപ്പെടുത്തുന്നത്. ഇനി ശ്രദ്ധിക്കാം, ഈച്ച് നോട്ട് ദാറ്റ് മീൻസ് ഈച്ച് പ്രോഗ്രസ് നോട്ട് ഈസ് പ്രസീഡഡ് ബൈ ദ നമ്പർ ആൻഡ് ദ ടൈറ്റിൽ ഓഫ് ദ ആക്ട് പ്രോബ്ലം ആൻഡ് കണ്ടെയ്ൻസ് എനി ഓഫ് സോപ്പ്. എന്താണ് ഇവിടെ സോപ്പ്? സോപ്പ് എന്താണെന്ന് ഒന്ന് അറിയാം കേട്ടോ. അത് പറഞ്ഞിട്ട് നമുക്കിത് വായിക്കാം. സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ഫോർമാറ്റ് ആണ്. അപ്പൊ POMR എന്ന് പറയുന്നത് ഒരു ഫോർമാറ്റ് ആണ്. അതിന് 4 ഭാഗങ്ങളുണ്ട്. അതിൽ 4ാമത്തെ ഭാഗമാണ് പ്രോഗ്രസ് നോട്ട്. ഈ പ്രോഗ്രസ് നോട്ട് എഴുതുന്നതിനും ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. നോക്കാം, ലാസ്റ്റത്തെ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. The writing of progress notes in the POMR format is often referred to as soaping. എന്താണ് സോപ്പിംഗ് എന്ന് പറഞ്ഞാലും ഒരു ഫോർമാറ്റ് ആണ് കേട്ടോ. POMR ഒരു ഫോർമാറ്റ് ആണല്ലോ, അതിന് 4 ഭാഗങ്ങളുണ്ട്. ഓക്കെ, അതിന് 4ാമത്തെ ഭാഗമാണ് പ്രോഗ്രസ് നോട്ട്. ആ പ്രോഗ്രസ് നോട്ട് എഴുതുന്ന ഫോർമാറ്റ് ആണ് സോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. റൈറ്റിംഗ് ഓഫ് പ്രോഗ്രസ് നോട്ട്, അതായത് POMR ഫോർമാറ്റിനകത്ത് പ്രോഗ്രസ് നോട്ട് എഴുതുന്ന ആ ഒരു രീതിയെ നമ്മൾ സോപ്പിംഗ് എന്നാണ് പറയാ. സോപ്പിംഗില് എസ് എന്ന് പറഞ്ഞാല് സബ്ജക്റ്റീവ് ആണ്. എസ് സ്റ്റാൻഡ്സ് ഫോർ സബ്ജക്റ്റീവ് ആണ്. O സ്റ്റാൻഡ്സ് ഫോർ ഒബ്ജക്റ്റീവ് ആണ്. A സ്റ്റാൻഡ്സ് ഫോർ അസസ്മെന്റ്. P സ്റ്റാൻഡ്സ് ഫോർ പ്ലാൻ. ഓക്കെ, സോപ്പ് എന്താണ്? എസ് എന്താണ്? സബ്ജക്റ്റീവ്. ഓക്കെ, O എന്താണ്? ഒബ്ജക്റ്റീവ്. A എന്താണ്? അസസ്മെന്റ്, വിലയിരുത്തല്. P എന്താണ്? പ്ലാൻ. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇനി ഇതൊന്ന് വായിക്കാം. ഈച്ച് നോട്ട് ഈസ് പ്രസീഡഡ് ബൈ ദ നമ്പർ ആൻഡ് ദ ടൈറ്റിൽ ഓഫ് ദ ആക്ട് പ്രോബ്ലം ആൻഡ് കണ്ടെയ്ൻസ് എനി ഓഫ് സോപ്പ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ പ്രോബ്ലത്തിനും സ്പെസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഓരോ പ്രോബ്ലത്തിന്റെ പ്രോഗ്രസ് നോട്ട് എഴുതണം. 1ാമത്തെ പ്രോബ്ലം അതിന്റെ പ്രോഗ്രസ് നോട്ട്, 2ാമത്തെ പ്രോബ്ലം അതിന്റെ പ്രോഗ്രസ് നോട്ട്, 3ാമത്തെ പ്രോബ്ലം അതിന്റെ പ്രോഗ്രസ് നോട്ട്, അങ്ങനെ നമ്മൾ എഴുതാം. അപ്പൊ നമ്മൾ ഓരോ പ്രോഗ്രസ് നോട്ട് എഴുതുമ്പോഴും ആ പ്രോബ്ലത്തിന്റെ നമ്പറും ആ പ്രോബ്ലത്തിന്റെ ഹെഡിങ് ആക്ട് ആയിട്ടുള്ള ഒരു ടൈറ്റില് നമ്മൾ അതിന് മുകളിലായിട്ട് എഴുതും. ഓക്കെ, ഇപ്പൊ 1ാമത്തെ പ്രോബ്ലം ഫോർ എക്സാമ്പിൾ ചെസ്റ്റ് പെയിൻ ആണ് 1ാമത്തെ പ്രോബ്ലം എങ്കിൽ നമ്മൾ പ്രോബ്ലം നമ്പർ 1 ചെസ്റ്റ് പെയിന് ഹെഡിങ് കൊടുക്കുന്നു, അതിന്റെ പ്രോഗ്രസ് നോട്ട് എഴുതുന്നു. പ്രോബ്ലം നമ്പർ 2 അവർക്കൊരു ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉണ്ടെന്ന് അവർക്ക് വിചാരിക്കാം. അപ്പൊ പ്രോബ്ലം നമ്പർ 2 ഡൈജസ്റ്റീവ് പ്രോബ്ലം ഒരു ഹെഡിങ് കൊടുക്കുന്നു, അതിന്റെ പ്രോഗ്രസ് നോട്ട് എഴുതുന്നു. ഓക്കെ, ആ രീതിയിലാണ് അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് എനി ഓഫ് സോപ്പ്. സോപ്പ് രീതി, സോപ്പ് മീൻസ് ആ ഒരു ഫോർമാറ്റിലായിരിക്കും എഴുതിയിട്ടുണ്ടാവും കേട്ടോ. ഇനി എന്താണ് സോപ്പ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദ പ്രോസസ് ഓഫ് റിസീവിംഗ് എ നോട്ട് ബൈ എനി ഓർ ഓൾ ഓഫ് ദ ഫോളോയിങ് എന്നത്. ഞാൻ പറഞ്ഞു എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റീവ് ആണ്. സബ്ജക്റ്റീവ് മീൻസ് സിംപ്റ്റോമാറ്റിക്. സിംപ്റ്റോമാറ്റിക് എന്ന് പറഞ്ഞാല് സബ്ജക്റ്റീവ് ആയിട്ട് വെച്ചാൽ ആ രോഗിയുടെ ലക്ഷണങ്ങള്, രോഗലക്ഷണങ്ങള്, ചീഫ് കംപ്ലൈൻസ് അല്ലെ, ചീഫ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, എന്തൊക്കെ രോഗലക്ഷണങ്ങളായിട്ടാണ് അവർ ഹോസ്പിറ്റലിലോട്ട് വന്നത്, അതായിരിക്കും നമ്മൾ ആദ്യം രേഖപ്പെടുത്തുക അല്ലെ, സബ്ജക്റ്റീവ്. നമ്മളൊരു അപ്ലിക്കേഷൻ അയക്കുമ്പോൾ അതിനൊരു ഫോർമാറ്റ് ഇല്ലേ, നമ്മൾ ആദ്യം ഫ്രം എഴുതും അല്ലെ, പിന്നെ ടു എഴുതും, പിന്നെ റെസ്പെക്ടീവ് എന്ന് പറഞ്ഞ സബ്ജക്ട് എഴുതുന്നു, പിന്നെ നമ്മുടെ കണ്ടന്റ് എഴുതുന്നു, അവസാനം യുവേഴ്സ് താങ്ക്ഫുള്ളി ഓർ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ദെൻ പ്ലേസ് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മളൊരു അപ്ലിക്കേഷൻ ഫോം എഴുതാം. അതുപോലെ തന്നെ ഇവിടെ എങ്ങനെ എഴുതാം? പ്രോഗ്രസ് നോട്ട് ആദ്യം സബ്ജക്റ്റീവ് ആണ് എഴുതാം, അതായത് സിംപ്റ്റോമാറ്റിക്. ദാറ്റ് മീൻസ് ആ പേഷ്യന്റിന്റെ രോഗലക്ഷണങ്ങള്, പ്രധാനപ്പെട്ട അവരുടെ എന്ത് പ്രോബ്ലംസ് ആയിട്ടാണ് അവര് ആ ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സബ്ജക്റ്റീവ് എന്നുള്ള രീതിയിൽ അവിടെ എഴുതി ചേർക്കുന്നത്. പിന്നെ 2ാമത്തത് ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? മെഷറബിൾ ഓർ ഒബ്സർവബിൾ. അതായത് ഈ രോഗിയില് നമ്മൾ മെഷറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവബിൾ ആയിട്ട് കണ്ടെത്തിയ കാര്യങ്ങൾ, അതായത് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുമ്പോൾ ലാബ് ടെസ്റ്റുകള് അല്ലെ, റേഡിയോളജി ടെസ്റ്റുകള്, അതുപോലെ എന്താ പറയാ ഈ രോഗിയുടെ പ്രഷർ, വൈറ്റൽ സയൻസ്, പ്രഷർ, ഓക്സിജൻ സാച്ചുറേഷൻ, അങ്ങനെയുള്ള ടെമ്പറേച്ചർ, അതൊക്കെ ഒബ്സർവബിൾ ആണ്. ഒബ്സർവബിൾ അല്ല, മെഷറബിൾ ആണ്. പിന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങളൊക്കെയായിരിക്കും അല്ലെ, പ്രത്യക്ഷമായിട്ട് കാണുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് അതിനകത്ത് രേഖപ്പെടുത്തുന്നത്. A4 എന്താണ്? അസസ്മെന്റ്. അസസ്മെന്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? വിലയിരുത്തുക അല്ലെ, ഇന്റർപ്രിട്ടേഷൻ ഓർ ഇംപ്രഷൻ ഓഫ് ദ പ്രസന്റ് കണ്ടീഷൻ. നിലവിലെ അവരുടെ കണ്ടീഷനെ പറ്റിയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ആണ് അല്ലെ. ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഇംപ്രഷൻ, എന്താണ് അവർ അസസ് ചെയ്തിട്ടുള്ള ആ കാര്യങ്ങളിൽ നിന്ന് അവർ എന്താണ് വിലയിരുത്തിയിട്ടുള്ളത്
എന്നുള്ളത് രേഖപ്പെടുത്തുന്നു. ആൻഡ് ലാസ്റ്റ് P4 എന്താ? പ്ലാൻ. അസസ്മെന്റ് കഴിഞ്ഞാൽ പിന്നെന്താ? പ്ലാൻ. പ്ലാൻ തയ്യാറാക്കണം അല്ലെ? അതിനെങ്ങനെ ചികിത്സിക്കുന്ന പ്ലാൻ തയ്യാറാക്കും. ആണ് സോപ്പ് എന്ന് പറയുന്നത്. The writing of progress notes in the POMR format is often referred to as സോപ്പിംഗ്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ സോപ്പിംഗ് തന്നിട്ട് S stands for subjective, A stands for എന്താണ്? അസസ്മെന്റ്, O for objective and P for ക്ലിയർ ആണല്ലോ. അപ്പൊ അതോടുകൂടി POMR-ന്റെ എന്താ പറയാ പ്രത്യേകതകൾ കഴിയാണ് കേട്ടോ. പ്രോബ്ലം ഓറിയന്റഡിന്റെ കഴിയാണ്. POMR ക്ലിയർ ആയോ? കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമുക്കത് പഠിക്കാനായിട്ട് കേട്ടോ. ഓക്കെ ആണോ? POMR മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് ആണ് കേട്ടോ. അത് ഇവിടെ പറയുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, അത് നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞ പോയിന്റ് ഇല്ലേ ഇന്റഗ്രേറ്റഡ്, ആ സെയിം പോയിന്റ് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കാം നമുക്ക്. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഓൾ ഫോംസ് ആർ കമ്പൈൻഡ് ഇൻ ദ സ്ട്രിക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ. അവിടെ പറഞ്ഞില്ലേ വിത്ത് ടു ഡേറ്റ് എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ക്രോണോളജിക്കൽ ഓർഡർ അല്ലെ. കൃത്യമായ ഡേറ്റ് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിനകത്ത് വിവരങ്ങൾ എന്ത് ചെയ്ത് വെക്കുന്നത്? ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇതാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓൾ ദ ഫോംസ് ആർ കമ്പൈൻഡ് ഇൻ സ്ട്രിക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ. ഇനി എന്താണ്? ഓൺ ദ നഴ്സിംഗ് സ്റ്റേഷൻ നിർത്താല്ലേ നമുക്ക് ഫുൾ എന്തായാലും പറഞ്ഞെത്തില്ല നിർത്താൻ. അപ്പൊ ഈ ഒരു ഭാഗം കൂടെ നമുക്ക് പറയാനുള്ളൂ കേട്ടോ. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡും അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കഴിഞ്ഞ മെഡിക്കൽ റെക്കോർഡ് ചാപ്റ്റർ തീരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോർത്ത് മൊഡ്യൂളിലേക്ക് കിടക്കാം. മെഡിക്കൽ ഇൻഷുറൻസ് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആണോ? ചാപ്റ്റർ തീർന്നു അല്ലേ? അയ്യോ തീർന്നിട്ടില്ല ആമന. തേർഡ് മൊഡ്യൂളിലെ എനിക്ക് തന്നിരിക്കുന്ന ചാപ്റ്റേഴ്സ് തീർന്നു. എനിക്ക് ഫോർത്ത് മൊഡ്യൂളിലേക്ക് എടുക്കാനുണ്ട്. ഫോർത്ത് മൊഡ്യൂളിൽ എനിക്ക് 4 ചാപ്റ്റേഴ്സ് എടുക്കാനുണ്ട് കേട്ടോ. മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാനുണ്ട്, ക്വാളിറ്റി മാനേജ്മെന്റ്, പിന്നെന്താണ് മെഡിക്കൽ ഗ്യാസ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അത്രയും ചാപ്റ്റർ എടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞ തേർഡ് മൊഡ്യൂളിലെ ചാപ്റ്റർ തീരുന്നു. എനിക്ക് തന്നിരിക്കുന്ന ചാപ്റ്റർ തീരും. ഫോർത്ത് മൊഡ്യൂളിലേക്ക് കടക്കാം കേട്ടോ. ഏകദേശം 100 ചാപ്റ്ററുകളാണ്, വലിയ വലിയ ചാപ്റ്ററുകളാണ്. തീർക്കുന്നതാണ് സംശയം. വേറെ ഡൗട്ടൊന്നും? ഈ ചാപ്റ്റർ തീർന്നോ? ഈ ചാപ്റ്റർ തീർന്നൊക്കെയാ നമുക്ക് ഇനി ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡും കൂടെ പറയാനുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ തീരും കേട്ടോ. വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? നമ്മൾ എടുക്കുന്ന കാര്യങ്ങള് ഡെയിലി ഒരു പ്രാവശ്യം വായിച്ചു നോക്കണം കേട്ടോ. വായിച്ചു നോക്കണം. മോക്ക് ടെസ്റ്റുകൾ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ബുദ്ധിമുട്ട് വരും. ഓക്കെ, അപ്പൊ ശരി. അങ്ങനെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താ കാണുന്നത്? മൺഡേ കാണാം കേട്ടോ. താങ്ക് യു.